മലയാള സിനിമയിൽ കുറെ കാലമായി പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമുണ്ട്. പടം ഹിറ്റായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടൻ ഹിറ്റായി കഴിഞ്ഞാൽ അവർ അഭിനയിക്കുന്ന പുതിയ സിനിമകളിലേക്ക് നായികമാർ ആര് വേണമെന്ന് സംവിധായകനോ നിർമ്മാതാവോ അല്ല തീരുമാനിക്കുന്നത്, ഈ നായക നടന്മാരാണെന്ന്. അതിലെത്ര സത്യമുണ്ട്? അത് ശരിയാണോ? അതിൽ അവർക്ക് യോഗ്യത എന്താണ്? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ മമ്മൂട്ടി, പ്രിയദർശൻ, സുരേഷ് കുമാർ, ഈ മൂന്ന് കഥാപാത്രങ്ങൾ. നടൻ എന്ന നിലയിൽ മമ്മൂട്ടി, സംവിധായകൻ എന്ന നിലയിൽ പ്രിയദർശൻ, പ്രൊഡ്യൂസർ എന്നതിൽ സുരേഷ് കുമാർ, ഇവരൊക്കെ പ്രശസ്തരാണ്. എറണാകുളത്തെ ഭാരത് ടൂറിസ്റ്റ് ഹോം, എനിക്കൊരു മാറ്റർ വേണം, വിവാദമായിട്ടുള്ളൊരു മാറ്റർ വേണം. ആ മാറ്റർ കിട്ടണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ സ്റ്റൈൽ പോകണം. അപ്പം ഞാൻ പ്രിയനോട് പറഞ്ഞു, പ്രിയ മമ്മൂട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം. ഓ, സമ്മതിച്ചു. മമ്മൂട്ടിയെയും വിളിച്ച് പറയുന്നു, ഒന്ന് ഭാരത് ടൂറിസ്റ്റ് ഹോമിലേക്ക് വന്നാൽ കൊള്ളാം, എനിക്കല്ല പ്രിയദർശനെ കൊണ്ടൊരു ഇൻ്റർവ്യൂ എടുപ്പിക്കാനാണ് എന്ന് പറഞ്ഞു. മമ്മൂട്ടി വരാമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ സുരേഷിനോട് പറഞ്ഞു, സുരേഷ് ഇടയ്ക്ക് ചില നമ്പറുകൾ അയാളെ ദേഷ്യപ്പെടുത്താവുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രിയനോട് പറയണം, എന്നാലേ നമുക്കൊരു ഉഷാറ് വരുള്ളൂ എന്ന് പറയണത്. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ പ്രിയൻ ചോദിച്ചോളുമെന്ന് സുരേഷും പറഞ്ഞു. മമ്മൂട്ടി അടുത്തന്ന് ഗിരിനഗറിലാണ് മമ്മൂട്ടി താമസിക്കുന്നത്, എറണാകുളത്ത്. മമ്മൂട്ടി പെട്ടെന്ന് വരുന്നു, ഇരുന്നു. അപ്പോൾ ആദ്യം മമ്മൂട്ടി ആദ്യം ലുക്ക് എന്ന് പറഞ്ഞാൽ രൂക്ഷമായിട്ടുള്ള ലുക്കാണ്. അത് ഏറ്റുവാങ്ങുന്നത് ഞാനാണത്. എന്നെ കൊടുക്കാനായിരിക്കും ഇന്നത്തെ ഇൻ്റർവ്യൂ അല്ലേ എന്ന് മമ്മൂട്ടി മുൻകൂറായി തന്നെ ചോദിക്കുന്നു. താൻ കുടുങ്ങിക്കെടുക്കല്ലേ, പിന്നെ പ്രത്യേകിച്ച് കൊടുക്കാനുണ്ടോ എന്ന് സുരേഷ് കുമാറും ചോദിക്കുന്നു. ഓഹോ, എല്ലാം ഒറ്റക്കെട്ടാണല്ലേ. ആരൊക്കെ വന്നാലും എല്ലാവരോടും എതിർത്ത് നിൽക്കാനുള്ള അല്പം മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പ്രിയ ചോദിച്ചു, മമ്മൂട്ടിയെ തുടങ്ങാം. ഏത് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാം? നിങ്ങൾ സംവിധായകനല്ലേ, പല്ലിശ്ശേരി അല്ലല്ലോ ചോദിക്കുന്നത്, എന്ത് ചോദിക്കാം? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരൂ. അത് ചോദിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ചോദിക്കൂ. ഏതെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം നിങ്ങൾ വേണ്ട എന്ന് പറയുമോ? ഇല്ല. ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് മറുപടി കിട്ടും. ആ മറുപടി കിട്ടുമ്പോൾ പ്രിയൻ തളർന്നു വീഴരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പ്രിയൻ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റാറാണല്ലോ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളോടൊപ്പം ഏത് നായിക നടി അഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. എന്നാര് പറഞ്ഞു? ആര് പറഞ്ഞു? താൻ ചൂടാവലിടോ. പ്രിയ വളരെ കൂടെ പറഞ്ഞു. അങ്ങനെ ഒരു പ്രചരണമുണ്ട്. പ്രചരണം ആർക്കാവുമല്ലോ. പ്രചരണം മാത്രമല്ല, അതിൽ സത്യവും ഉണ്ട് എന്നാണ് ചില നിർമ്മാതാക്കളും സംവിധായകരും പറഞ്ഞത്. അപ്പോൾ സുരേഷ് നോക്കുന്നു മമ്മൂട്ടി. സുരേഷാണോ പറഞ്ഞത്? സുരേഷിൻ്റെ സിനിമയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പ്രിയ നിൻ്റെ സിനിമയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ആരുടെ അല്ല, ഈ അടുത്ത കാലത്തുണ്ടായൊരു സംഭവമാണ്. മമ്മൂട്ടിയോടൊപ്പം 2 or 3 സിനിമകളിൽ ഒരു നായിക അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ 4ാമത്തെ സിനിമയിൽ ആ നായിക ഉണ്ടാവാൻ പാടില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞതായി ഒരു പ്രചരണമുണ്ട്. പ്രചരണം മാത്രമല്ല, അത് ശരിയാണെന്ന് ഞങ്ങൾക്കും അറിയാം. എന്തിനാണ് മമ്മൂട്ടി അങ്ങനെ പറഞ്ഞത്? അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, സത്യസന്ധമായിട്ടാണ് ഉത്തരം പറയേണ്ടതെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു മടുപ്പ് തോന്നില്ലേ? മമ്മൂട്ടിയുടെ കൂടെ 3 പടത്തിൽ ഒരേ നായിക അഭിനയിക്കുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു മടുപ്പ് തോന്നുമ്പോൾ അവർക്ക് എന്നോടും ഒരു ഇഷ്ടക്കേട് തോന്നും. എനിക്ക് എൻ്റെ നിലനിൽപ്പ് നോക്കട്ടെ, അതുകൊണ്ടാണ് ഒരു പുതിയ നടി ഉണ്ടായാൽ കൊള്ളാം എന്ന് പറയുന്നതാണ് മമ്മൂട്ടി പറഞ്ഞത്. അപ്പോൾ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാറ്റിയിട്ടില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത ചോദ്യം പ്രിയം ചോദിക്കുന്നു, നമ്മുടെ പ്രേംനസീർ സാർ ഇവിടെ ഷീലയോടൊപ്പം 100ഓളം സിനിമകളിൽ
ഒരുമിച്ച് നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നായകനും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും ഒരു പ്രേക്ഷകനും ഇവിടെ മറന്നിട്ടില്ല, വെറുത്തിട്ടില്ല, സിനിമ വേണ്ടെന്ന് വെച്ചിട്ടില്ല. അപ്പോൾ ആ 100 വന്ന് ഒരുമിച്ച് അഭിനയിച്ച വിഷമമുണ്ടായിട്ടില്ല. ഇപ്പോഴാണ് 2-3 സിനിമകളിൽ നിങ്ങളോടൊപ്പം ഒരു നായിക അഭിനയിച്ചാൽ അവരെ വെട്ടിമാറ്റുന്ന രീതി ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് ചാടി ഈ മമ്മൂട്ടി മറിച്ചൊരു ചോദ്യം ചോദിച്ചു. നമ്മുടെ MGR അങ്ങനെയായിരുന്നല്ലോ, കൂടെ കുറേ നായികമാരെ അഭിനയിച്ചിരുന്നു, എന്നിട്ടും MGR ചില നായികമാരെ മാറ്റി ചെയ്യാറുണ്ടല്ലോ എന്ന് ചോദിച്ച്. അത് പെട്ടെന്ന് പ്രിയൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ. എന്താ ഉത്തരം പറ? അല്ല, അങ്ങനെ പെട്ടെന്ന് മാറ്റിയിട്ടൊന്നുമില്ല. MGR മാറ്റാൻ കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായിരിക്കും, അതുകൊണ്ട് പറയുന്നില്ല. മമ്മൂട്ടിയിലേക്ക് തന്നെ നമുക്ക് വരാമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ മാത്രമല്ല, മറ്റു പലരും ആലോചിക്കും. ഇപ്പം നിങ്ങൾ തന്നെ എന്നെ കണ്ടു, മമ്മൂട്ടിയുടെ കുറേ സിനിമകൾ അടുപ്പിച്ച് കണ്ടു. ഒരേ രീതിയിലുള്ള കഥാപാത്രങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. എൻ്റെ പടങ്ങളെല്ലാം ചിലപ്പോൾ പൊട്ടിപ്പൊളിയാം, ഞാൻ ഔട്ടാകാം. ഞാൻ സിനിമ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്, സിനിമയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്നെ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സുരക്ഷിതത്വം നോക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദ്യം ശരിയാണ്, നിങ്ങളുടെ ചോദ്യം ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കുക. ഇത് സിനിമയിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. ഇത് ഞാനെന്ന മമ്മൂട്ടി മാത്രം ചെയ്യുന്നതല്ല. നിങ്ങളെന്താണ് മറ്റു നടന്മാരെ കുറിച്ച് ചിന്തിക്കാത്ത? ഇവിടെ മറ്റു പലരും ചെയ്യുന്നതല്ലേ? അതുമാത്രമല്ല, ഒരേ പ്രൊഡ്യൂസർ, ഇപ്പം ഞാൻ തന്നെ ഇന്ന നായിക വേണമെന്ന് നിർബന്ധിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങളിങ്ങനെ ഇന്ന നായിക വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ആക്ഷേപം ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞതുകൊണ്ട് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? പ്രഗത്ഭയായ ഒരു നായിക നടിയുടെ അവസരങ്ങളല്ലേ നിങ്ങൾ നഷ്ടപ്പെടുന്നത്? ഒരു 5-10 ഒരു 10ഓളം സിനിമകളിലാണ് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അയ്യോ, ഇവർ തമ്മിലുള്ള ജോഡി നല്ല ജോഡിയാണല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ടായിരിക്കാം. അല്ലാതെ മോശം ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. അപ്പം അങ്ങനെ എത്രയോ വേറെ യുവ നടന്മാരുണ്ട്, അവർ പലരും എത്രയോ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഹ്മാൻ്റെ കൂടെ തന്നെ എത്രയോ നടികൾ അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാൻ ആരും മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ രോഹിണി തന്നെ എത്രയോ സിനിമകൾ ഇവരെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നല്ല പ്രശ്നം, നിങ്ങളുടെ ഈഗോ തന്നെയാണ്. നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ചുള്ള ചില നായികമാർ നിങ്ങളുടെ കൂടെ അഭിനയിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നാം. കാരണം അത് പക്ഷെ മലയാളി ആവണമെന്നില്ല, ബഹുഭാഷകളിലുള്ള നടിയായി നിങ്ങൾക്ക് താല്പര്യം. ചിലപ്പോൾ ഹിന്ദിക്കാരിയായിരിക്കാം, അല്ലെങ്കിൽ തെലുങ്കത്തിയായിരിക്കാം. ഇങ്ങനെയുള്ള ദുർവാശികളാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നാറുണ്ട്. പ്രിയ, എന്നെ വധിക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് ഞാൻ മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന നടികൾ ഇന്ന ആളായിരിക്കണമെന്ന് ഒരു നിർബന്ധവും എനിക്കില്ല. അല്ലെങ്കിൽ പറയട്ടെ, പിന്നെ കാഷ്വലായിട്ട് നമ്മൾ പറയും ഇന്ന നടിയായാൽ കൊള്ളാം. തിരിച്ച് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇവിടെ ചില നടന്മാരോടൊപ്പം അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എത്രയോ നടികളുണ്ടായിട്ടുണ്ട്. അതെന്താ കാരണം? അപ്പം അവിടേക്കൊന്നുമില്ല. മമ്മൂട്ടി എന്നുള്ളൊരു ചാഞ്ഞ് കിടക്കുന്ന മരമാണ്. അവിടേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ചാടിക്കയറാം. ആ ചാടിക്കയറാൻ വേണ്ടി ഞാൻ പറയാം, നിങ്ങൾ പത്രക്കാരൻ്റെ വേഷത്തിൽ ഒരാളെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ, അങ്ങേർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം സംരക്ഷിക്കും. മമ്മൂട്ടി ഔട്ടായാൽ അത് മമ്മൂട്ടിക്ക് മാത്രമാണ് നഷ്ടം എന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത നടികളെ ഞാൻ വേണ്ടാന്ന് വയ്ക്കും, ഇഷ്ടമുള്ള നടികളെ ഞാൻ വേണമെന്ന് വയ്ക്കും. അപ്പോൾ സിനിമ നന്നായിരിക്കണം. കാരണം ആ പടം ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയും ആ നടിയും നന്നായിരിക്കുന്നു എന്ന് പറയണം. അടുത്ത പടത്തും എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ മമ്മൂട്ടി ഔട്ടാവാൻ ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ എപ്പോഴും മലയാള സിനിമയിൽ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തിരിച്ച് മമ്മൂട്ടി ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ആവേശത്തോടെ ഞാനൊരു നടിയെ മാറ്റണമെന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വിഷമിക്കാനുള്ള വിഷമമൊന്നുമില്ല മമ്മൂട്ടി. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ അഭിനയിക്കാൻ വരുമ്പോൾ അഭിനയിച്ച് പോയാൽ മതി. നടിയുടെ കാര്യത്തിൽ സംവിധായകരും നിർമ്മാതാക്കളും അവരുടെ ആ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, അതിലൊന്നും നിങ്ങൾ ഇടപെടണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ അങ്ങനെയാണോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്?